അമ്മയുടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു പണ്ടെന്ന്. അങ്ങനെയായിരുന്നോ? ആൾക്കാര് ഫോട്ടോ എടുക്കുമ്പോ ആണോ? ഇതെന്റെ ഉമ്മയെന്ന് പറയും അവരോട്. നിങ്ങളുടെ ഉമ്മയല്ലല്ലോ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ. അന്നേരം ഇത്ര നന്നായിട്ട് മലയാളം പറയത്തില്ല. സായി എന്നാ സിനിമയിൽ അഭിനയിക്കുന്നേ? വലുതായിട്ട്. ആണോ? ഒരിത്തിരി ഡബിംഗ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല. ചെയ്യിപ്പിച്ചവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇല്ല, സായി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്തെന്ന് ഇന്നലെ അമ്മ പറഞ്ഞു. സായി ആ സത്യമായിട്ടും സാധാരണയല്ലേ, ഞാനൊക്കെ എന്നോടൊരു ഡബിങ് ചെയ്തു തരാമോന്ന് ചോദിച്ചിട്ട് ഞാൻ വെറും ഇക്ഷ ഇമ്മ ഇത്രയൊക്കെ വരച്ചതല്ലാതെ ഒന്നും നടന്നില്ല. ആ സത്യമായിട്ടും അതാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര നല്ലതായിരുന്നു. അതും ഈ ഫോർട്ട് കൊച്ചി സ്ലാങ്ങിലൊക്കെ ഇത്ര ഈസി ആയിട്ട് എങ്ങനെ സായി ഡബ് ചെയ്തു എന്നുള്ളതാണ്. എന്റെ ഫ്രണ്ട്സ് കാരണം. അതെങ്ങനെ? എന്റെ ഫ്രണ്ട്സ് സ്ലാങ്ങിലാ സംസാരിക്കുന്നത്. അപ്പം ഞാൻ വീട്ടിലും ആ സ്ലാങ്ങിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വന്ന് പിന്നെ എന്നോട് അത് നിർത്താൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയത്. ഇവനെ പെട്ടെന്ന് ഇത്രയും നാളിങ്ങനെ നോർമലായിട്ട് മലയാളം പറഞ്ഞതിന് അമ്മേ ഒരു മ്യൂസിക് ഒക്കെ എങ്ങോട്ടാ ഈ എന്തായത് ഒരു നമ്മളെന്താ എത്തുമ്പോഴത്തേക്ക് സിനിമ തുടങ്ങുമോ? സാധാരണ അമ്മ ഇപ്പോഴല്ല, സാധാരണ അമ്മ 12:15, 12:25 ഒക്കെ ആകുമ്പോഴാണ്. ഇതിപ്പോ അരമണിക്കൂർ മുന്നേ എത്തിയത്. അങ്ങനെ ഇറങ്ങി ലേറ്റ് ആവത്തില്ലേ? നമ്മള് ഒരു സിനിമ കാണാൻ പോകുമ്പോ എല്ലാ സിനിമയും കാണുന്ന അമ്മ ഗാഢ പറയുമെങ്കിലും അമ്മ ഇങ്ങനെയാണല്ലോ ഇറങ്ങാറ്. അല്ല, ഏത് സിനിമ ആയിരുന്നു? ഭീഷ്മ കാണാൻ ഇറങ്ങിയപ്പം എത്ര മണിക്കായിരുന്നു ഇറങ്ങിയ? ഒരു 10:30. ഈവനിങ്ങാ പോയോ? അല്ല, രാവിലെയാ പോയല്ലേ? എന്തായാലും നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞു. 10 മണിക്കാ സിനിമ എന്ന് വെച്ചോ. അമ്മ ഇറങ്ങിയ 9:45. മമ്മൂട്ടി ഞങ്ങൾ എവിടെന്ന് സ്ട്രേറ്റ് ആ സീൻ വന്നപ്പോഴത്തേക്ക് നമ്മളവിടെ അപ്പോഴാണ് നമ്മൾ നമുക്കവിടെ ഇൻട്രസ്റ്റ് കുറെ. നമുക്ക് ഇങ്ങനെ ക്രെഡിറ്റ്സ് ഒന്നും കാണാൻ താല്പര്യമില്ല. അങ്ങനെയായിരിക്കും ചിലപ്പോ. ക്രെഡിറ്റ് എടുക്കാൻ താല്പര്യമില്ല. വിനയവാ ഇങ്ങനല്ല. എപ്പോഴും ഇത്തിരി ഡിലേ സിനിമയ്ക്ക് പോകുമ്പം ഇങ്ങനെ എന്താന്ന് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം നമ്മുടെ സമയമൊക്കെ നോക്കി ഇറങ്ങിയതുകൊണ്ടാണെന്ന്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണല്ലേ താമസിക്കാൻ ഓരോരോ കാര്യങ്ങൾ. അതെ. സായിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ അമ്മയുടെ? നന്ദനം, പാണ്ടിപ്പട. അല്ല, പാണ്ടിപ്പട. മണിച്ചിത്ര താഴമല്ല കേട്ടോ, മണിച്ചിത്ര താഴാട്ടോ. പിന്നെ ഏതാ അമ്മയുടെ ഇഷ്ടമുള്ള പടം? നിന്റെ ഫേവറേറ്റ് പടം പറഞ്ഞില്ല.